പുരാണങ്ങളനുസരിച്ച് മഴയുടെ ദേവനായ ഇന്ദ്രൻ ബ്രജ് നിവാസികൾ ഇന്ദ്രപൂജ നിർത്തി ഗോവർദ്ധനപൂജ നടത്താൻ തുടങ്ങിയതിൽ കോപിഷ്ഠനായി. ഇതിൽ പ്രകോപിതനായ ഇന്ദ്രൻ വൃന്ദാവനത്തിൽ കനത്ത മഴയും കൊടുങ്കാറ്റും പെയ്യിച്ച് ജനങ്ങളെയും കന്നുകാലികളെയും ദുരിതത്തിലാക്കി. അപ്പോൾ ശ്രീകൃഷ്ണൻ തന്റെ ചെറുവിരലിൽ ഗോവർദ്ധനകുന്നിനെ ഉയർത്തിപ്പിടിച്ച് 7 ദിവസത്തോളം ജനങ്ങൾക്കും കന്നുകാലികൾക്കും അഭയം നൽകി. ഒടുവിൽ ഇന്ദ്രൻ തന്റെ തെറ്റ് മനസ്സിലാക്കുകയും ശ്രീകൃഷ്ണനോട് മാപ്പു പറയുകയും ചെയ്തു. ഈ അസാധാരണ സംഭവം ഗോവർദ്ധനപൂജയായി ഇന്നും ആഘോഷിക്കപ്പെടുന്നു. ഇന്ന് ഗോവർദ്ധൻ ഒരു വലിയ കുന്നിന്റെ രൂപത്തിലല്ല കാണപ്പെടുന്നത്. നാടോടിക്കഥകളനുസരിച്ച് ഒരു ശാപം കാരണം ഓരോ ദിവസവും അതിന്റെ വലിപ്പം കുറഞ്ഞുവരികയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. നിലവിൽ ഏകദേശം 8 കിലോമീറ്റർ നീളമുള്ള തവിട്ടുനിറത്തിലുള്ള ഒരു നിരപ്പായ കുന്നാണ് ഇത്. ഈ കുന്നിനു ചുറ്റും മരങ്ങളുമുണ്ട്. ഇതൊരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. ആയിരക്കണക്കിന് ഭക്തർ ഓരോ വർഷവും ഗോവർദ്ധനിലെത്തി കുന്നിനു ചുറ്റും 21 കിലോമീറ്റർ പരിക്രമം പ്രദക്ഷിണം നടത്തുന്നു. ഈ പ്രവൃത്തി അവരുടെ പാപങ്ങൾക്ക് പരിഹാരം